ശ്രീകൃഷ്ണ ജ്യോതിശാലയ്ക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ഫെബ്രുവരി മാസത്തിൽ ഇടവൻ രാശിക്കാർക്കുള്ള ഫലമാണ്. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തികയുടെ മുക്കാൽ ഭാഗവും അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകീരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന ഇടവക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ഇടവക്കൂറുകാർക്ക് 5-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു അഷ്ടമത്തിൽ ശുക്രനും ചൊവ്വയും, 9-ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 10-ൽ ശനിയും, 11-ാം ഭാവത്തിൽ കേതുവും, 12-ാം ഭാവത്തിൽ വ്യാഴവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടവൻ രാശിക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സമയം തന്നെയാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി കണ്ടകശനിയുടെ പെരുക്കം മൂലവും അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നത് കാരണം കൊണ്ട് കുറച്ച് ദോഷ സമയമാണ് പറയാനുള്ളത്. അത് കാരണം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കർമ്മ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ വേണം. തൊഴിൽ നിന്നും വിട്ടുമാറരുത്. പുതിയ തൊഴിലിന് വേണ്ടി ശ്രമിക്കരുത്. ഉള്ള തൊഴിലിൽ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകാനുള്ള സമയമാണ്. പുതിയ ബിസിനസ്സുകളെല്ലാം തുടങ്ങാൻ പറ്റിയ ഒരു സമയമല്ല. അതിന് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് കാണുന്നത്. സൂര്യചാരവശാൽ 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ വളരെ ദോഷകരമായിട്ടാണ് കാണുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തടസ്സങ്ങൾ നേരിടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലോണുകൾ, മറ്റുള്ളതൊക്കെ അടവുകൾ, അങ്ങനെയുള്ള അടവുകൾ അടയ്ക്കാനുള്ള ലോൺ സംബന്ധമായിട്ടുള്ള എല്ലാം തടസ്സം വരുവാനും മാനസിക സമ്മർദ്ദങ്ങൾ വരുവാനും വളരെ പ്രയാസങ്ങൾ നേരിടുവാനും ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പാഴ്ചെലവുകളും വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഉണ്ട്. എന്താണ് ഇങ്ങനെ പറയുന്നത് വിചാരിക്കേണ്ട. ചാരവശാലുള്ള ഗ്രഹസ്ഥിതി വെച്ചിട്ടാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ സഹോദര സംബന്ധമായിട്ടുള്ളവരും കൂട്ടുകാരന്മാരായിട്ടുള്ളവരും തമ്മിൽ വർത്തമാനം പറയുന്നതും ഇടപഴകുന്നതും വളരെ സൂക്ഷിച്ചു വേണം. തർക്ക വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വാക്ക് സംബന്ധമായിട്ടുള്ള തർക്ക വിഷയങ്ങൾ വന്നു ചേരുവാനും ചിലപ്പോൾ പോലീസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുവാനും നിയമസംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തടസ്സം വരുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ ഐക്യതയോടുകൂടി പെരുമാറുകയാണെങ്കിൽ കുറേ മനസ്സമാധാനമുണ്ട്. സന്താനങ്ങളുടെ വഴിതെറ്റിയ ഒരു ജീവിതമാർഗത്തെ പറ്റി ആലോചിച്ച് മനസ്സ് വേദനിക്കുവാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് പറയുന്നത്. വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ ദോഷത്തെയെല്ലാം മാറ്റി നിൽക്കാൻ പറ്റും. പരിഹാരങ്ങളോട് നീങ്ങുകയാണെങ്കിൽ വളരെ കൊണ്ട് സൂക്ഷിക്കേണ്ട സ്ഥലം, അതായത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സ്ഥലം തൊഴിൽ മേഖല തന്നെയാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ബിസിനസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇവരെല്ലാം ശ്രദ്ധിക്കണം. തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖല ശ്രദ്ധിക്കണം. അശ്രദ്ധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് ജോലിയിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം അബദ്ധങ്ങൾ വന്നു വരുവാനും കൈക്കൂലി സംബന്ധമായിട്ടുള്ള മേഖലയിൽ പിടിക്കപ്പെടുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടും തലവേദന പിടിച്ചൊരു സംഭവമൊക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം വളരെ മേലധികാരിയുടെ സഹാരങ്ങൾക്ക് പാത്രമായി തീരുവാനും, സേനാധിപത്യം, ജവാന്മാർ, ആർമി സംബന്ധമായിട്ടുള്ള മേഖലയിൽ പഠിക്കുന്നവർക്കെല്ലാം ദോഷസമയമായിട്ടുള്ള ആപത്തുകളെല്ലാം വരുവാനുള്ള സാധ്യത. മൃത്യുഞ്ജയ ഹോമം തീർച്ചയായിട്ടും ഒന്ന് ശിവക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. ആപത്തുകളെല്ലാം തടയുവാനുള്ള സാധ്യതയുണ്ട്. ശിവനിങ്കൽ അതായത് ശിവക്ഷേത്രത്തിൽ ഇളനീർ ധാര, കൂവളമാല, എണ്ണവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്തം എന്നിവയെല്ലാം നടത്തുന്ന മൂലം കുറേ ദോഷങ്ങൾ കിട്ടും. ശാസ്താവിന് എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജന വഴിപാട് നടത്തുക. ചുരുങ്ങിയത് എള്ള് തിരിയെങ്കിലും നടത്തി വരിക. നെയ്വിളക്കം നടത്തുക. അതുപോലെ തന്നെ രാഹു അനുകൂലത്തിൽ നിൽക്കുന്ന കാരണം രാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് 11-ാം ഭാവത്തിൽ നിൽക്കുന്നത്. 12-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ ദോഷകരമായിട്ടാണ് കാണുന്നത്. അതുകാരണം തന്നെ വ്യാഴപ്രീതി വരുത്തണം. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളോ ശ്രീരാമക്ഷേത്രങ്ങളോ സന്ദർശിച്ച് യഥാശക്തി വഴിപാട്, അവനവനെ കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ നടത്തുക. ചെയ്യേണ്ട വഴിപാട് മഞ്ഞപ്പട്ടും തുളസിമാലയും പാൽപ്പായസ നിവേദ്യമാണ് ശരിക്കും നടത്തേണ്ടത്. അല്ലെങ്കിൽ ത്രികാല പൂജ, ഒരു ദിവസത്തെ പൂജ, അങ്ങനെ പല ഇതിലുണ്ട്. അവനവൻ്റെ സൗകര്യവാർത്ത മൂലം അങ്ങനെ നടത്തുക. കുടുംബത്തിൽ ശ്രദ്ധ വേണം. ധനം കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേക ശ്രദ്ധ വേണം. കടബാധ്യത ഉള്ളവരെല്ലാം മാനസികപരമായിട്ട് തകർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണുള്ളത്. അതുകാരണം തന്നെ കടബാധ്യതയെ ചെറുത്ത് നിൽക്കുവാനും മനസ്സിനെ തന്ത്രപൂർവ്വം അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടുവരുവാനുള്ള ശക്തി മനസ്സിന് വേണം എന്നാണ് പറയുന്നത്. ചില ദുർബുദ്ധികളെല്ലാം തോന്നാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് ഞാൻ മൃത്യുഞ്ജയ ഹോമം നടത്താൻ പറയുന്നത്.
അതായത് ഈ മൈക്രോ ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള ഇതിൽപ്പെട്ടിരിക്കുന്ന ഇടത്തരം ആളുകളെല്ലാം കടത്തിൽ മുങ്ങി വന്നിരിക്കുന്ന ഒരു സമയത്തിൽ അത് നമ്മൾ പത്രങ്ങളിലെല്ലാം വായിക്കുന്നത് ദിവസേന പത്രം വായിക്കുന്ന സമയത്തും ജീവനൊടുക്കി കടബാധിതം വരുന്ന സ്ത്രീകളാണ് കൂടുതൽ പെട്ട് വളർന്നിരിക്കുന്നത്. അവരെല്ലാം വളരെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി താമസം, കുറച്ചുകൂടി സമയം, സാവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചെറുത്ത് നിൽക്കാനേ ഇപ്പോൾ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഭർത്താവ് ഐക്യത സംബന്ധമായിട്ട്, ഭർത്താവും സന്താനങ്ങൾ ഐക്യ സംബന്ധമായിട്ട് ബലമായി നിന്ന് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തന്നെ പറയുന്നത്. കണ്ടകശനി കഴിയുന്നത് വരെ വളരെ സൂക്ഷിക്കുക തന്നെ വേണം എന്നാണ് പറയുന്നത്. അത് കർമ്മസ്ഥാനത്തിൽ നിൽക്കുന്ന കണ്ടകശനി തൊഴിൽ സംബന്ധമായിട്ടുള്ള നിന്ന് വിദേശ സംബന്ധമായിട്ടുള്ള തൊഴിലിന് വേണ്ടി ധനം മുടക്കണ്ട എന്നാണ് പറയുന്നത്. വിദേശത്തേക്ക് പോകാനായിട്ട് നിർബന്ധപരമായിട്ട് പോയേ തീരുമെന്നിരിക്കുന്നത് ജാതകം പരിശോധിച്ചതിന് ശേഷം ചെയ്താൽ മതി. നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കണം പറയുന്നത്. ഇടവക്കൂറുകാരുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. അവനവൻ്റെ ജാതകത്തിൽ ഗുണാനുഭവമായിട്ടുള്ള സംഭവങ്ങളാണോ, ഇപ്പോൾ രസാകാലങ്ങളാണോ, അപകാരകാലങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ച് അതിലും വളരെ ദോഷമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പഴയ അനുഭവങ്ങളെല്ലാം അനുഭവത്തിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നക്ഷത്രവശാൽ ചെയ്യാൻ പറ്റുന്ന പരിഹാരം വെച്ചുകൊണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് ശിവലിംഗം, ധാര, കൂവളമാല, നെയ്വിളക്ക്, എണ്ണവിളക്ക്, ഭാഗ്യസൂക്തം എന്നിവയും, രോഹിണി നക്ഷത്രക്കാർക്ക് ഭഗവതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതും ഭഗവതി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവതി സേവ നടത്തുന്നതും വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. മകീര നക്ഷത്രക്കാർക്ക് അവരുടെ നക്ഷത്രങ്ങൾ വരുന്ന സമയത്ത് ഭഗവതി സേവയും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സഹസ്രനാമർച്ചനയും നടത്തുന്നത് മൂലം കുറേ ദോഷങ്ങൾക്ക് അയവ് വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമസ്കാരം.